കൂലിത്തർക്കത്തെ തുടർന്ന് കൊച്ചി BPCLലെ ഡ്രൈവർ ശ്രീകുമാർ ക്രൂരമർദ്ദനം നേരിടുന്ന ദൃശ്യങ്ങൾ 24-ന് വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് ഈ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, വലിയ മർദ്ദനമാണ് ഇവിടെ ഇയാൾ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്? ക്രിസ്റ്റ്യന, ഇന്നലെ തൃശൂർ കൊടകരയിലെ ഗ്യാസ് ഏജൻസിയിൽ വെച്ച് ശ്രീകുമാറിന് ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർത്തും ഭയാനകമായ രീതിയിലാണ് ശ്രീകുമാറിനെ 3 അംഗ സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആദ്യം തന്നെ ശ്രീകുമാറിനെ അങ്ങോട്ടാണ് ആദ്യം അടിക്കുന്നതെന്ന ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇവർ തർക്കത്തിൽ ഏർപ്പെടുകയും അതിനിടെ 3 അംഗ സംഘത്തിൽ ഒരാൾ ശ്രീകുമാറിനെ അടിക്കുന്നുണ്ട്. അതിനുശേഷം അടിച്ച് നിലത്ത് വീണ ശേഷം അവിടെ ഇട്ട് ചവിട്ടുന്നു. വീണ്ടും ഈ 3 അംഗ സംഘം മാറി മാറി ആക്രമിക്കുന്നുണ്ട്. ഇതിനിടെ ശ്രീകുമാറിന്റെ ജനനേന്ദ്രിയത്തിൽ ഒരാൾ മുട്ടുകാലുകൊണ്ട് ഇടിക്കുന്നുണ്ട്. അവിടെയാണ് ഗുരുതരമായ പരിക്ക് നിലവിൽ ശ്രീകുമാറിന് ഏറ്റിട്ടുള്ളത്. ജനനേന്ദ്രിയത്തിൽ ഗുരുതരമായ പരിക്കാണുള്ളത്. ഒപ്പം വയറിനും നെഞ്ചിനും ഒക്കെ കിട്ടിയ ചവിട്ടും ഇടിയും ഒക്കെ ഉണ്ട്. അതിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്നും ആശുപത്രിയിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിലവിൽ തൃശൂർ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുള്ളത്. ഈ 3 പേരെ തിരിച്ചറിയാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ മർദ്ദനമാണ് ഇന്നലെ ശ്രീകുമാറിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കേവലം ഒരു കൂലിത്തർക്കത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരാളെ 3 പേർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ഭയപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇതിന്റെ പേരിലാണ് ഇതിൽ ഒരു നടപടി വേണം. ഒപ്പം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു മർദ്ദനം ആർക്കും ഏൽക്കേണ്ടി വരരുത് എന്നുള്ളൊരു നിശ്ചയദാർഢ്യമാണ് ഇവരെ സമരത്തിലേക്ക് നയിച്ചത്. തീർത്തും ന്യായമായ സമരമെന്ന് പൊതുസമൂഹം കൂടി വിലയിരുത്തുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വലിയൊരു സംഭവമായി മാറുന്നു. കൂടുതൽ ഇടപെടലുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ സർക്കാരുമായി ഇവർ ഈ സംഭവം പങ്കുവച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം മന്ത്രിതലത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ്. ഇനി നോക്കാം.